പിന്നെ ഇത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ല. വളരെ ഗ്രാജുവലായിട്ടാണ് സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. സാധാരണ 45-50 വയസ്സാകുമ്പോഴാണ് സ്ത്രീകൾക്ക് മെനോപോസ് സംഭവിക്കുക. പക്ഷെ ചിലരിൽ 30s കഴിയുമ്പോൾ തന്നെ ചില സിംറ്റംസ് പ്രകടിപ്പിച്ചു തുടങ്ങും. ഫോർ എക്സാമ്പിൾ PMS. സാധാരണ പീരിയഡ്സിന് ദിവസങ്ങൾക്കോ ചിലപ്പോൾ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ ഭയങ്കരമായ മൂഡ് സ്വിങ്സ് ഉണ്ടാകാം. എന്തൊക്കെ കിടന്ന് കാണിക്കുന്നത്? ബാക്കിയുള്ളവരെ ആശ്രയം ഒഴിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരുങ്ങി വരുന്നത്. ബോഡി വീക്കാകുക, മസിൽസ് വീക്കാകുക, ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ ലെവൽസ് ഡിമിനിഷ്ഡ് ആകുക, കുറയുക. ചിലർക്ക് ഈ സിംറ്റംസ് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഗ്രാജുവലി ഒരു റിയലൈസേഷൻ ഉണ്ടാകും. അപ്പോഴായിരിക്കും യഥാർത്ഥ സിംറ്റംസ് തലപൊക്കി തുടങ്ങും. ശരീരമാകെ ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നുക, വസ്ത്രങ്ങളൊക്കെ വലിച്ചൂരി എറിയാൻ തോന്നുക, ഹോട്ട് ഫ്ലാഷസ്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, എസ്പെഷ്യലി നൈറ്റ് സ്വെറ്റിംഗ്, ഉറക്കം നഷ്ടപ്പെടുക, അങ്ങനെ പലതും. സ്വന്തം ശരീരത്തെപ്പറ്റി വല്ലാതെ കോൺഷ്യസ് ആവുക, ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുക. ഞാൻ സുന്ദരിയാണോ? ഇതൊക്കെ ശരിക്കും ഇമോഷണൽ ചേഞ്ചസ് ആണ്. കമ്മിങ് ടു ഫിസിക്കൽ ചേഞ്ചസ്, ഇറ്റ്സ് മോർ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക. ആ ഒരു ആങ്സൈറ്റി കാരണം മണിക്കൂറുകളോളം ബാത്റൂമിലിരിക്കുക. And finally, when you get to menopause, like in the case of Ardra, ഇപ്പോൾ സംഭവിച്ചതുപോലെ അൺകൺട്രോളബിൾ ആൻഡ് എക്സസീവ് ബ്ലീഡിംഗ്, പാൽപിറ്റേഷൻസ്. സത്യത്തിൽ സ്ത്രീകൾക്ക് ഇറ്റ് ആക്ച്വലി ഈസ് ലൈക്ക് ലിവിങ് ത്രൂ ഹെൽ. വെയിറ്റ്. ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യാന്ന് മാത്രമേ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കൂ. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ആർദ്ര ഇത് ഓവർകം ചെയ്യും കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഈ ഉച്ചത്തിൽ ചിരിക്കുന്ന, നിലത്ത് നിൽക്കാതെ നെഹളി കൊള്ളുന്ന പെണ്ണുങ്ങളെ യക്ഷി, പ്രാന്തി എന്നൊക്കെ പറഞ്ഞ് ലേബിൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അത് മാറി ഈ ഡിപ്രഷനിലൊക്കെ പെട്ട് ഇൻട്രോവേർട്ടഡ് ആകുന്ന ആൾക്കാരെ ഒക്കെ മാടമ്പള്ളിയിലെ മനോരോഗികളാക്കുകയാണ്. എനിവേ, എല്ലാം അതിജീവിച്ച് ഇതുവരെ എത്തിയില്ലേ. നോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് യു ഗൈസ് ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. യു ആർ പെർഫെക്റ്റ്ലി ഫൈൻ നൗ. ഇതൊരു പോസ് ആണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. ഓക്കെ ഡോക്ടർ, എനിക്ക് റൗണ്ട്സിന് സമയമായി. താങ്ക് യു ഡോക്ടർ.